+2 സയൻസ് വിദ്യാർത്ഥികളെ ബോട്ടണി ക്ലാസ്സിലേക്ക് സ്നേഹത്തോടെ സന്തോഷിക്കുന്നു, സ്വാഗതം ചെയ്യും. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രധാനപ്പെട്ട എബയോട്ടിക് ഫാക്ടേഴ്സിനെ കുറിച്ചാണ് പഠിച്ചത്. അതുമായി ബന്ധപ്പെട്ട ചില ചെറിയ പ്രവർത്തനങ്ങൾ നൽകിയിരുന്നു. അത് നിങ്ങളുടെ സയൻസ് ഡയറിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാകും, നിങ്ങൾ അധ്യാപകരുമായി ചർച്ച ചെയ്തിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് ഈ അധ്യായത്തിലെ മറ്റൊരു ഭാഗമാണ് ചർച്ച ചെയ്യാനുള്ളത്. റെസ്പോൺസസ് ടു എബയോട്ടിക് ഫാക്ടേഴ്സ്. Response to abiotic factors. You know, abiotic conditions of many habitats may vary drastically in time. ഒരു പ്രദേശത്തെ അജീവീയ ഘടകങ്ങളിൽ പെട്ടെന്ന് വലിയ മാറ്റങ്ങളുണ്ടാവാം. എല്ലായ്പ്പോഴും ഒരുപോലെ ആയിരിക്കില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ how do the organisms living in such habitats cope or manage with stressful conditions? അങ്ങനെ ഒരു വലിയ വ്യത്യാസം വരുമ്പോൾ, വലിയൊരു മാറ്റം വരുമ്പോൾ ഈ ജീവജാലങ്ങൾ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്നു, എങ്ങനെ പൊരുത്തപ്പെടുന്നു, എങ്ങനെ മാനേജ് ചെയ്യുന്നു? ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, many species have evolved a constant, relatively a constant environments, internal environments. And that permits all biochemical reactions and physiological functions. ചില ജീവികളിൽ ഒരു ആന്തരിക ഘടന, ആന്തരിക അവസ്ഥ, സ്ഥിരമായ ആന്തരികമായ അവസ്ഥ ഉണ്ടാകുന്നു. ആ അവസ്ഥയിൽ അവയ്ക്ക് അവയുടെ ബയോകെമിക്കൽ റിയാക്ഷൻസും ഫിസിയോളജിക്കൽ ഫങ്ഷൻസും ചെയ്യാൻ കഴിയുന്നു. And they can proceed with maximum efficiency and thus enhance the overall fitness of the species. അപ്പോൾ ആ ഒരു ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് കൊണ്ട് ആന്തരികമായ സ്ഥിതി, സ്ഥിരമായ ഒരു ആന്തരിക സ്ഥിതി ഉള്ളതുകൊണ്ട് അവയ്ക്ക് ക്രമമായി പ്രവർത്തിക്കാനും മാക്സിമം എഫിഷ്യൻ്റായിട്ട് പ്രവർത്തിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് നാം ആദ്യം മനസ്സിലാക്കേണ്ടത്. ഇനി ഈ കോൺസ്റ്റൻസി, ഇൻറ്റേർണൽ കോൺസ്റ്റൻസി എന്ന് പറഞ്ഞാൽ എന്തിലൊക്കെയാണ്? ഇൻ ഓപ്റ്റിമൽ ടെമ്പറേച്ചർ ആൻഡ് ഓസ്മോട്ടിക് കോൺസെൻട്രേഷൻ ഓഫ് ബോഡി ഫ്ലൂയിഡ്സ്. ഓപ്റ്റിമൽ ടെമ്പറേച്ചർ ആൻഡ് ഓസ്മോട്ടിക് കോൺസെൻട്രേഷൻ ഓഫ് ബോഡി ഫ്ലൂയിഡ്സ്. എന്തിനൊക്കെയാണ് ഓപ്റ്റിമൽ ടെമ്പറേച്ചർ? പരമാവധി എന്തോന്ന്? ഊഷ്മാവ്. ഓസ്മോട്ടിക് കോൺസെൻട്രേഷൻ ഓഫ് ബോഡി ഫ്ലൂയിഡ്സ്. ബോഡി ഫ്ലൂയിഡ്സിൻ്റെ ഓസ്മോട്ടിക് ഗാഢത, കോൺസെൻട്രേഷൻ. റിമെമ്പർ, when the organisms try to maintain the constancy of the internal environment is called homeostasis. അപ്പോൾ ഓർഗാനിസം ഇങ്ങനെ ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റിൽ എത്തുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ്, ആ പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് ഹോമിയോസ്റ്റാസിസ്. റിമെമ്പർ ദാറ്റ് ടേം, ഹോമിയോസ്റ്റാസിസ്. ഇനി നോക്കൂ, ഒരു വ്യക്തിക്ക് മാക്സിമം പെർഫോം ചെയ്യാൻ കഴിയുന്നത് ഒരു 25 ഡിഗ്രി സെൽഷ്യസിലാണെന്ന് വിചാരിക്കുക. എത്ര? 25 ഡിഗ്രി സെൽഷ്യസ്. He can perform his maximum at 25 degrees Celsius. Outside may be too hot or cold. ആ വ്യക്തിയുടെ പരിസരം പക്ഷേ അതിശക്തമായ ചൂടോ തണുപ്പോ ഒക്കെ ആകാം. ഇതെവിടെ വെച്ചൊക്കെ ആകാം. ചിലപ്പോൾ ഇത് സംഭവിക്കുന്നത് ഒന്നുകിൽ വീട്ടിലായിരിക്കുമ്പോൾ, ഓർ ഇൻ എ കാർ വൈൽ ട്രാവലിംഗ്, ഓർ അറ്റ് വർക്ക് പ്ലേസ്. അപ്പോൾ ഒരു വ്യക്തിക്ക് മാക്സിമം പെർഫോം ചെയ്യാൻ കഴിയുന്നത് 25 ഡിഗ്രി സെൽഷ്യസിലാണെന്ന് വിചാരിക്കുക. വെളിയിൽ നല്ല ചൂടോ നല്ല തണുപ്പോ ആകാം.
ഇതെവിടെ വെച്ചേ സംഭവിക്കൂ, ഇതെവിടെ വെച്ചേ നടക്കൂ? ഒന്നുകിൽ വീട്ടിൽ, അല്ലെങ്കിൽ ഒരു കാറിൽ നമ്മൾ സഞ്ചരിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത്. എങ്ങനെ നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ തണുപ്പ് അല്ലെങ്കിൽ ചൂട് കൂടുതലാണെങ്കിൽ AC ഉപയോഗിക്കാം, എയർ കണ്ടീഷൻ ഉപയോഗിക്കാം. തണുപ്പ് കൂടുതലാണെങ്കിൽ ഹീറ്റർ ഉപയോഗിക്കാം. സോ ഹിയർ he can perform maximum regardless of the weather around him. അപ്പോൾ പുറത്തുള്ള സ്ഥിതി എന്താണ് എന്ന് ഒരു കാരണവശാലും പ്രശ്നമല്ല. പുറത്തുള്ള സ്ഥിതി പ്രശ്നമല്ല, പുറത്തുള്ള കാലാവസ്ഥ പ്രശ്നമല്ല. he can perform his maximum. ഇവിടെ നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഹിയർ ദ പേഴ്സൺസ് homeostasis is accomplished by artificial means, not through physiological means. ഇവിടെ ആ വ്യക്തി മാക്സിമം പെർഫോം ചെയ്യുന്നതിന് കാരണം കൃത്രിമ മാർഗങ്ങളിലൂടെയാണ്. മാക്സിമം പെർഫോം ചെയ്യാൻ കഴിഞ്ഞത് കൃത്രിമ മാർഗങ്ങളിലൂടെയാണ്, ഫിസിയോളജിക്കൽ ആക്ടിവിറ്റീസിലൂടെ അല്ല. എന്താ? AC ഉപയോഗിച്ചു, അല്ലെങ്കിൽ ഹീറ്റർ ഉപയോഗിച്ചു. അതുകൊണ്ട് ഔട്ട്സൈഡ് വെതർ പ്രശ്നമേ ആയിരുന്നില്ല. അപ്പോൾ ഇതുപോലെ മറ്റു ജീവജാലങ്ങൾക്ക് പറ്റുമോ? ഇപ്പോൾ സസ്യങ്ങൾക്ക് ചൂട് കൂടുതലാണ്, AC ഉപയോഗിക്കാൻ പറ്റുമോ? മറ്റു മൃഗങ്ങൾക്ക് തണുപ്പ് കൂടുതലാണ്, ഹീറ്റ് ഉപയോഗിക്കാൻ പറ്റുമോ? So how do other organisms cope with this situation? അപ്പോൾ ഇങ്ങനൊരു സാഹചര്യം വന്നാൽ, ഇങ്ങനെ പ്രതികൂല സാഹചര്യങ്ങൾ, അൺഫേവറബിൾ കണ്ടീഷൻസ്, സ്ട്രെസ്ഫുൾ കണ്ടീഷൻസ് വന്നാൽ മറ്റ് ജീവജാലങ്ങൾ എന്തു ചെയ്യും? ലെറ്റ് us look at various possibilities. അതിൻ്റെ സാധ്യതകളെക്കുറിച്ചാണ് ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പ്രതികൂല കാലാവസ്ഥ വന്നു കഴിഞ്ഞാൽ മനുഷ്യന് വേണമെങ്കിൽ കൃത്രിമ മാർഗത്തിലൂടെ പലതും ചെയ്യാം, മാക്സിമം പെർഫോം ചെയ്യാം. മറ്റു ജീവജാലങ്ങൾക്ക് അതിന് കഴിയുമോ? ഇല്ല. അപ്പോൾ അതിനുള്ള സാധ്യതകൾ എന്തൊക്കെയാണ്? അത്തരം ജീവജാലങ്ങളിൽ കാണപ്പെടുന്ന സാധ്യതകൾ എന്തൊക്കെയാണെന്നാണ് നാം ഇനി പരിശോധിക്കുന്നത്. അതിനുള്ള ഒന്നാമത്തെ മാർഗമാണ് റെഗുലേറ്റ്സ്. എന്താണ്? റെഗുലേറ്റ്സ്. So, some organisms can ensure constant body temperature and constant osmotic concentration, etc. For example, all birds and mammals and a very few lower vertebrates and invertebrate species are capable of such regulation. What type of regulation? Thermoregulation and thermoregulation and osmoregulation. Temperature regulation, thermoregulation. Osmoregulation, osmotic concentration of fluids regulation, osmoregulation. You know, success of mammals is largely due to their ability to maintain a constant body temperature. മാമൽസിന് ഇങ്ങനെ വസിക്കാൻ കഴിയുന്നത്, അവയുടെ പരിസരവുമായി പൊരുത്തപ്പെടാൻ കഴിയുന്നത് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമാണ്, ഒരു വിജയമാണ്. They can maintain a constant body temperature. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ മാമൽസ് അവരുടെ ബോഡി ടെമ്പറേച്ചർ റെഗുലേറ്റ് ചെയ്യാൻ എന്ത് ചെയ്യുന്നു, എങ്ങനെ ചെയ്യുന്നു? The mechanism used by most mammals to regulate their body temperature are similar to that of human beings. മിക്കവാറും എല്ലാ മാമൽസും അവയുടെ ബോഡി ടെമ്പറേച്ചർ റെഗുലേറ്റ് ചെയ്യുന്നത് ആരെപ്പോലെയാണ്? മനുഷ്യരിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ മനുഷ്യരിൽ നടക്കുന്നത് പോലെയാണ് അവരിലും നടക്കുന്നത് ഏകദേശം. യുനോ, നമ്മുടെ ബോഡി ടെമ്പറേച്ചർ എത്രയാണ്? 37 ഡിഗ്രി സെൽഷ്യസ്. അത് കൂടാനും പാടില്ല, കുറയാനും പാടില്ല. ചിലപ്പോൾ കൂടും, ചിലപ്പോൾ കുറയും, അത് വേറെ കാര്യം.
ഇനി നല്ല ചൂട് കാലത്താണെങ്കിലോ, ഇൻ സമ്മർ ഔട്ട്സൈഡ് ടെമ്പറേച്ചർ ഈസ് മോർ ദാൻ അവർ ബോഡി. ചൂട് കാലത്ത് ഔട്ട്സൈഡ് ടെമ്പറേച്ചർ വളരെ കൂടുതലായിരിക്കും. അപ്പോൾ എന്താ ചെയ്യുക? വി സ്വെറ്റ് പ്രൊഫ്യൂസ്ലി. നമ്മളെന്ത് ചെയ്യും? നല്ലതുപോലെ വിയർക്കും. വിയർക്കുമ്പോൾ എന്ത് ചെയ്യും? ടെമ്പറേച്ചർ താഴും. ഇനി തണുപ്പ് കാലത്തോ, തണുപ്പ് ഡ്യൂറിങ് വിൻ്റർ, ഇൻ വിൻ്റർ സീസൺ വാട്ട് ഹാപ്പൻസ്? വി സ്റ്റാർട്ട് ടു ഷിവർ. വിറയ്ക്കാൻ തുടങ്ങും അല്ലേ? ഇറ്റ്സ് എ കൈൻഡ് ഓഫ് എക്സർസൈസ് which produce heat and rise the body temperature. ശരിയല്ലേ? ഇനി പ്ലാന്റ്സിന് ഇത്തരം എന്തെങ്കിലും മെക്കാനിസം ഉണ്ടോ? പ്ലാന്റ്സ് വിറയ്ക്കുന്നുണ്ടോ? ഇല്ല. പ്ലാന്റ്സ് വിയർക്കുന്നുണ്ടോ? ഇല്ല. So remember, plants have no such mechanisms to maintain internal temperatures. സസ്യങ്ങളിൽ അത്തരം സംവിധാനങ്ങൾ, അത്തരം പ്രവർത്തനങ്ങൾ ഇല്ല. ഓക്കെ. അപ്പോൾ റെഗുലേറ്റ് എന്ന് പറയുന്ന ആസ്പെക്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒന്ന് ഓർത്ത് നോക്കുക. Then we can discuss the second possibility, conform. എന്താണ്? Conform. Majority of animals and almost all plants cannot maintain a constant internal environment. Majority of animals and almost all plants cannot maintain a constant internal environment. ഇവിടെ എന്താ സംഭവിക്കുക? Their body temperature changes with the ambient temperature. The ambient temperature എന്ന് പറഞ്ഞാൽ സറൗണ്ടിങ് ടെമ്പറേച്ചർ. അപ്പോൾ മിക്കവാറും ജീവികളിൽ, സസ്യങ്ങളിലും ജന്തുക്കളിലും സസ്യങ്ങളിലും അവരുടെ ബോഡി ടെമ്പറേച്ചർ മാറും. എങ്ങനെ? ആ സറൗണ്ടിങ് ടെമ്പറേച്ചർ എന്താണോ അതിനനുസരിച്ച് മാറും. And moreover, in aquatic animals, the osmotic concentration of the body fluids change with that of the ambient water osmotic concentration. Aquatic animalസിലാണെങ്കിൽ ഓസ്മോട്ടിക് കോൺസെൻട്രേഷൻ, അവയുടെ ഇൻറ്റേർണൽ ഓസ്മോട്ടിക് കോൺസെൻട്രേഷൻ എന്താണോ അത് ഇതുമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിനനുസരിച്ച് മാറും. ആ സറൗണ്ടിങ്സിലുള്ള വാട്ടറിൻ്റെ ഓസ്മോട്ടിക് കോൺസെൻട്രേഷൻ എന്താണോ അതനുസരിച്ച് മാറും. These animals and plants are called conformers. മനസ്സിലായോ? അതായത് ഓസ്മോട്ടിക് കോൺസെൻട്രേഷൻ, ഇൻറ്റേർണൽ ഓസ്മോട്ടിക് കോൺസെൻട്രേഷൻ സാഹചര്യത്തിനനുസരിച്ച് മാറുന്നു. അങ്ങനെ മാറ്റുന്നവരാണ് എന്താണ്? അങ്ങനെ മാറ്റാൻ ശേഷിയുള്ള ആനിമൽസിനെയും പ്ലാന്റ്സിനെയുമാണ് കൺഫർമേഴ്സ് എന്ന് പറയുന്നത്. ഇനി ഈ കൺഫർമേഴ്സ് എന്തുകൊണ്ട് റെഗുലേറ്റേഴ്സ് ആവുന്നില്ല? ഞാൻ നേരത്തെ മനുഷ്യൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞു. നമുക്ക് AC ഉപയോഗിക്കാം, പക്ഷേ എത്ര പേർക്ക് AC ഉപയോഗിക്കാൻ പറ്റും? അതുപോലെ മറ്റ് ജീവജാലങ്ങൾക്ക് AC മറ്റും ഉപയോഗിക്കാൻ പറ്റുമോ? എന്തുകൊണ്ട് ഇവ റെഗുലേറ്റേഴ്സായി മാറുന്നില്ല? നിങ്ങൾ അധ്യാപകരുമായിട്ട് ഈ വിഷയം തീർച്ചയായിട്ടും ചർച്ച ചെയ്യാം. Then, thermoregulation is an energetically expensive process. Temperature regulation അല്ലെങ്കിൽ thermoregulation is an energetically expensive organisms for many organisms. ധാരാളം എനർജി ആവശ്യമുള്ളൊരു പ്രവർത്തനമാണ്. Especially small animals like shrews and hummingbirds. Shrews എന്ന് പറഞ്ഞാൽ എന്താ? ഈ എലി വിഭാഗത്തിൽ ചെറിയ തരം എലികളുണ്ടല്ലോ. ഇനി ഈ
heat loss or gain is a function of surface area. ചൂട് നഷ്ടപ്പെടുക എന്ന് പറയുന്നത് ഈ പ്രതല പ്രവർത്തനമാണ്, പ്രതലവുമായി ബന്ധപ്പെട്ട ഒരു പ്രവർത്തനമാണ്. Small animals have larger surface area relative to their volume. ചെറിയ ജന്തുക്കൾക്ക് larger surface area relative to their volume. They will lose body heat very fast. അപ്പോൾ അവയ്ക്ക് എന്ത് ചെയ്യും? പെട്ടെന്ന് ബോഡി ഹീറ്റ് നഷ്ടപ്പെടും, ചൂട് നഷ്ടപ്പെടും. So they have to spend more energy to generate body heat through metabolism. അപ്പോൾ ഇത്തരം ജീവികൾക്ക്, ഇത്തരം ജന്തുക്കൾക്ക് കൂടുതൽ എനർജി ആവശ്യമായി വരും. എന്തിനു വേണ്ടിയാ? ബോഡി ഹീറ്റ് ഉൽപ്പാദിപ്പിക്കാൻ, ബോഡിയിൽ ചൂട്, ശരീരത്തിൽ ചൂട് ഉൽപ്പാദിപ്പിക്കാൻ കൂടുതൽ എനർജി ആവശ്യമായി വരും മെറ്റബോളിക് ആക്ടിവിറ്റീസിലൂടെ. So that is the main reason very small animals are rarely found in polar regions. പോളാർ റീജിയൻസിന് പ്രത്യേകത എന്താ? ശക്തമായ മഞ്ഞാണ്. അപ്പോൾ അവിടെ ഈ ചെറിയ ജന്തുക്കൾക്ക് ഒരു ബോഡി ഹീറ്റ് ഉൽപ്പാദിപ്പിക്കാൻ വളരെ കൂടുതൽ എനർജി ആവശ്യമായി വരും. അപ്പോൾ അത് കഴിയാതെ വരും. അതുകൊണ്ടാണ് പോളാർ റീജിയൻസിൽ ഈ ചെറിയ ആനിമൽസ് വളരെ കുറവ്, എണ്ണത്തിൽ കുറവ് കാണുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. If the stressful environment or if the stressful environment conditions are remaining for a short period, the organism have two other alternatives. ഈ അൺഫേവറബിൾ സിറ്റുവേഷൻ, ഈ പ്രതികൂല കാലാവസ്ഥ അല്ലെങ്കിൽ സ്ട്രെസ്ഫുൾ കണ്ടീഷൻ, ഈ അവസ്ഥ, ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ താൽക്കാലികമാണെങ്കിൽ ജീവജാലങ്ങൾ രണ്ട് പ്രക്രിയകളെ ആശ്രയിക്കുന്നു പ്രധാനമായിട്ടും. ഒന്ന് മൈഗ്രേറ്റ്. എന്താണ് മൈഗ്രേഷൻ? ദേശാടനം. കേട്ടില്ലേ? The organism can move temporarily from a stressful habitat to a more hospitable area and return when stressful period is over. ശക്തമായ പ്രതികൂല കാലാവസ്ഥ വരുമ്പോൾ താൽക്കാലികമായി അവിടെ നിന്ന് മാറി നിൽക്കുന്നു. കാലാവസ്ഥ അനുയോജ്യമാകുമ്പോൾ തിരിച്ചു വരും. അതാണ് മൈഗ്രേഷൻ എന്ന് പറഞ്ഞാൽ. എന്താണ്? The organisms can move away from a stressful habitat to a more hospitable area and return when the stressful period is over. നിങ്ങൾക്കറിയാമല്ലോ, നമ്മൾ ഡിസംബർ ജനുവരി മാസങ്ങളിലൊക്കെ മൂന്നാറിലേക്ക് പോകും, ഊട്ടിയിലേക്ക് പോകും, കൊടൈക്കനാലിലേക്ക് പോകും. എന്തുകൊണ്ടാ? ഈ സമയത്ത് അവിടെ നല്ല തണുപ്പാണ്. ഇടുക്കിയിലേക്ക് പോകും, നല്ല തണുപ്പാണ്. ഇവിടെ ഭയങ്കര ചൂടാണ്. അല്ലെങ്കിൽ ചില സമയത്ത് ആളുകൾ ഡൽഹിയിൽ നിന്ന് ഷിംലയിലേക്ക് പോകും. കാലാവസ്ഥ വ്യത്യാസം വരുന്നതുകൊണ്ടാണ്, അല്ലേ? ഏറ്റവും രസകരമായ വേറൊരു കാര്യം, many animals, especially birds, during winter migrate a long distance. During winter, തണുപ്പ് കാലത്ത് രാജസ്ഥാനിലെ ഖെലാഡോ നാഷണൽ പാർക്കിൽ എത്തുന്നത് ആയിരക്കണക്കിന് മൈഗ്രേറ്ററി ബേർഡ്സ് ആണ്. ആയിരക്കണക്കിന് മൈഗ്രേറ്ററി ബേർഡ്സ് അവിടെ എത്തുന്നു. എവിടുന്നാ? ഫ്രം സൈബീരിയ. ലോകത്തെ ഏറ്റവും കൂടുതൽ തണുപ്പുള്ള പ്രദേശങ്ങളിലൊന്നാണ് സൈബീരിയ, റഷ്യയിൽ.
and other cold regions. ഇപ്പോൾ പ്രത്യേകിച്ച് പക്ഷികൾ, ദേശാടന കിളികൾ കണ്ടില്ലേ, നൂറുകണക്കിന് കിലോമീറ്റർ, ആയിരക്കണക്കിന് കിലോമീറ്റർ സഞ്ചരിച്ചുകൊണ്ട് അവിടെ തണുപ്പ് കൂടുമ്പോൾ ഇങ്ങോട്ട് വരുന്നു. അവിടെ കാലാവസ്ഥ അനുയോജ്യമാകുമ്പോൾ തിരിച്ചു പോകും. എന്നാലോചിച്ച് നോക്കൂ. അപ്പോൾ ഇതാണ് മൈഗ്രേഷനുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഓർത്തിരിക്കേണ്ട അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ. നാലാമത്തെ ഒരു പോസിബിലിറ്റിയാണ് സസ്പെൻഡ്. സോ വേരിയസ് കൈൻഡ്സ് ഓഫ് thick-walled spores are formed in bacteria, fungi and lower plants during unfavorable conditions. കാലാവസ്ഥ പ്രതികൂലമാകുമ്പോൾ ബാക്ടീരിയകളിൽ, ഫംഗസുകളിൽ, ലോവർ പ്ലാന്റ്സിൽ ചില ഇനം രേണുക്കൾ ഉണ്ടാകും. During favorable season, these spores germinates. These spores can germinate during favorable season. And in higher plants we can see seeds and some other vegetative structures helps to tide over unfavorable conditions and germinate during favorable season. Higher plants ആണെങ്കിൽ വിത്തുകൾ മറ്റു ചില വെജിറ്റേറ്റീവ് സ്ട്രക്ചേഴ്സ് വഴി പ്രതികൂല കാലാവസ്ഥ തരണം ചെയ്യാൻ കഴിയുന്നു. ഈ വിത്തുകൾ അല്ലെങ്കിൽ ആ വെജിറ്റേറ്റീവ് സ്ട്രക്ചേഴ്സ് കാലാവസ്ഥ അനുയോജ്യമാകുമ്പോൾ മുളച്ച് കിളിർത്ത് പുതിയ സസ്യങ്ങളായി മാറും ഇൻ ഹയർ പ്ലാന്റ്സ്. ആൻഡ് ഡ്യൂറിങ് അൺഫേവറബിൾ സീസൺ, കാലാവസ്ഥ പ്രതികൂലമാകുമ്പോൾ they reduce their metabolic activity and makes a dormancy stage, resting stage. Seeds കുറേ നാൾ അങ്ങനെ ഇരിക്കും, ഉണക്കി സൂക്ഷിച്ചാൽ കുറേ നാളിരിക്കും. അതാണ് റെസ്റ്റിംഗ് സ്റ്റേജ് എന്ന് പറയുന്നത്. കാലാവസ്ഥ അനുയോജ്യമല്ല, ഫേവറബിൾ സീസൺ അല്ല. ഫേവറബിൾ സീസൺ ആകുമ്പോൾ എന്ത് ചെയ്യുന്നു? അതിൽ വെള്ളമൊഴിച്ച് നമ്മൾ വിത്ത് വിതച്ച് പുതിയ ചെടികളുണ്ടാക്കും. ഇനി വാട്ട് അബൌട്ട് ദ കേസ് ഓഫ് ആനിമൽസ്? ഇൻ ആനിമൽസ്, if they are unable to migrate, might avoid the stress by escaping in time. ആനിമൽസിന് ദേശാടനത്തിന് കഴിയില്ലെങ്കിൽ, മൈഗ്രേഷന് കഴിയില്ലെങ്കിൽ അവ മറ്റു ചില മാർഗങ്ങൾ സ്വീകരിക്കും. ഫോർ എക്സാമ്പിൾ ബിയേഴ്സ്, കരടികൾ ഗോയിങ് ഇൻ ടു ഹൈബർനേഷൻ, വിൻ്റർ സ്ലീപ്പിംഗ്. ബിയേഴ്സ് മാത്രമല്ല, ഫ്രോഗ് ഒക്കെ ഈ കൂട്ടത്തിൽപ്പെടുന്നതാണ്. ഈ സമയത്ത് എന്തായിരിക്കും? ഇവ ഇനാക്റ്റീവ് ആയിരിക്കും. ഹൈബർനേഷൻ അല്ലെങ്കിൽ വിൻ്റർ സ്ലീപ്പിംഗ്, തണുപ്പ് കാലം അങ്ങനെ ഇരിക്കും, ഒരേ കണക്കിരിക്കും, ഇനാക്റ്റീവാണ്. ഇനി ചിലതരം ഒച്ചുകൾ, സം സ്നെയിൽസ്, ടോർട്ടോയ്സ്, ഫിഷ് എക്സെട്ര go to aestivation or summer sleeping to avoid summer related problems. ചൂടുകാലത്ത് ഒച്ചുകൾ ഒക്കെ അല്ലെങ്കിൽ ടോർട്ടോയ്സ് അല്ലെങ്കിൽ ചിലയിനം മത്സ്യങ്ങൾ ഒരു ആക്ടിവിറ്റി ഇല്ലാതെ, സമ്മർ സ്ലീപ്പിംഗ്, ഉറക്കം, ആക്ടിവിറ്റി വളരെ, ഒരു ആക്ടിവിറ്റി ഇല്ലാതെന്നല്ല, ആക്ടിവിറ്റി വളരെ കുറവായിരിക്കും. അതിനെയാണ് എയ്സ്റ്റിവേഷൻ അല്ലെങ്കിൽ സമ്മർ സ്ലീപ്പിംഗ് എന്ന് പറയുന്നത്. കൂടാതെ ചില സ്മോ പ്ലാങ്ക്ടൻസ് ഇൻ പോണ്ട്സ് ആൻഡ് ലേക്സ് ഡ്യൂറിങ് അൺഫേവറബിൾ സീസൺ, ഡ്യൂറിങ് അൺഫേവറബിൾ കണ്ടീഷൻസ്, many zooplanktons in ponds and lakes will enter into diapause
D-I-A-P-A-U-S-E, diapause. It is a stage of suspended developments. ആക്ടിവിറ്റീസ് വളരെ കുറവായിരിക്കും. ഇത് സോ പ്ലാങ്ക്ടൺസിൽ മാത്രമല്ല, ചില ഇനം ഇൻസെക്ട്സിലൊക്കെ ഇത് കാണുന്നുണ്ട്, മറ്റു ചില ജീവികളിലും കാണുന്നുണ്ട്. അപ്പോൾ തൽക്കാലം ഇത്രയെങ്കിലും ഓർത്തിരിക്കുക. ആ പ്രക്രിയയ്ക്ക് പറയുന്ന പേര് ഡയാപാസ്, എ സ്റ്റേജ് ഓഫ് സസ്പെൻഡഡ് ഡെവലപ്മെൻറ്റ്സ്. ഓക്കെ, these are the important possibilities to cope, to adjust with the stressful conditions in plants and animals. അപ്പോൾ കാലാവസ്ഥ പ്രതികൂലമാകുമ്പോൾ അല്ലെങ്കിൽ സ്ട്രെസ്ഫുൾ കണ്ടീഷൻസിൽ സസ്യങ്ങളും ജന്തുക്കളും മറ്റു പല മാർഗങ്ങളിലൂടെ അത് തരണം ചെയ്യാൻ ശ്രമിക്കുന്നു. അത് തരണം ചെയ്യാൻ ശ്രമിക്കുന്ന പ്രധാനപ്പെട്ട ചില മാർഗങ്ങളാണ്: ഒന്ന് റെഗുലേറ്റ്സ്, രണ്ട് കൺഫോം, മൂന്ന് മൈഗ്രേറ്റ്സ്, നാല് സസ്പെൻസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഈ പാഠഭാഗത്ത് പഠിക്കുവാനുള്ളത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട ചില ചെറിയ പ്രവർത്തനങ്ങൾ തരികയാണ്. അത് നിങ്ങളുടെ സയൻസ് ഡയറിയിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. രേഖപ്പെടുത്തുക. ഒന്ന്, റൈറ്റ്സ് ബ്രീഫ് നോട്ട്സ് ഓൺ ദ ഫോളോയിങ്. എ, റെഗുലേറ്റ്സ്. ബി, കൺഫോം. സി, മൈഗ്രേഷൻ. ഡി, സസ്പെൻസ്. ഇതോടുകൂടി ഈ ക്ലാസ് അവസാനിക്കുകയാണ്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം.